സിയിലെ വിദ്യാർത്ഥിനിയാണ്. മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം തണൽ തേടിപ്പോകും. എന്നാൽ പരുന്ത് മേഘങ്ങൾക്ക് മീതെ പറന്ന് മഴയെ തരണം ചെയ്യും. മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. പരുന്തിനെ പോലെ നമ്മളും ഈ കോവിഡ് കാലത്തെ അതിജീവിക്കണം, ഉയർത്തെഴുന്നേൽക്കണം. കോവിഡിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് ബോറടിക്കുമായിരിക്കും. എങ്കിൽ നമുക്കൊരു ചെറിയ യാത്ര പോയാലോ? എങ്ങനെയാണെന്നല്ലേ? 9Cയിൽ നിന്നും പുറപ്പെടുന്ന ഫിനിക്സ് ഒരു നല്ല നാളെയുടെ പ്രത്യാശ എന്ന തീവണ്ടിയിലാണ് നമ്മുടെ യാത്ര. ഇതിലെ യാത്രക്കാർ ആരൊക്കെയാണെന്നല്ലേ? നമ്മൾ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? COVID-19 എന്ന മഹാമാരി, അവരിലുണ്ടാക്കിയ മുറിവുകൾ, അവരുണ്ടാക്കിയ മാറ്റങ്ങൾ, എങ്ങനെ അവർ അതിനെ തരണം ചെയ്തു, അതിജീവിച്ചു എന്നൊക്കെ കാണണ്ടേ? വരൂ, നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ആദ്യമായി നമുക്ക് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഫർസാന തസ്നീമിനെയും ഫർഹത്ത് തസ്നീമിനെയും ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ശാന്തി അറിയണമേ. നമസ്കാരം, എൻ്റെ പേര് നൈഷ നാൻസൻ. ഞാൻ 9th Cയിൽ പഠിക്കുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണല്ലേ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. നമ്മുടെ യാത്ര ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും മാസ്ക് ഒക്കെ വെച്ച് സാനിറ്റൈസറൊക്കെ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ യാത്രക്കാരെ വെൽക്കം ചെയ്യണ്ടേ? അതിനുവേണ്ടി നമ്മുടെ ക്ലാസ്സിലെയും കൊച്ചുമിടുക്കികളായ ഷോണയെയും ഷരോണയെയും നെഹ്റിനെയും ഒരു വെൽക്കം സ്പീച്ചിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി കവർന്നെടുത്തത് നമ്മുടെ ഒരു അധ്യയന വർഷം കൂടിയാണ്. ഒരുപാട് പ്രതീക്ഷയോടെയും ആർജവത്തോടെയുമാണ് നമ്മൾ പുതിയ സ്കൂളിലേക്ക് കടന്നത്. പക്ഷേ COVID-19 എന്ന മഹാമാരി ആഞ്ഞടിച്ചതോടെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എന്റെ നിശ്ചിതമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി ബഹുമാനിയായ HM ജ്യോതി ടീച്ചർ, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, RRV ഗേൾസ്, പിന്നെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വീഡിയോ കണ്ട് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനത്തിലൂടെ പാഠഭാഗങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കിയെങ്കിലും കൂട്ടുകാരെ അറിയാനും അവരോടൊപ്പം അല്പസമയം പങ്കുവയ്ക്കാനും ഉള്ളിലൊരു മോഹം ഇപ്പോഴും ബാക്കിയാണ്. കൊറോണ എന്ന മഹാമാരി മൂലം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ വെല്ലുവിളികളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ മേഖലകളെയും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ്. നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും കോവിഡ് കാലത്തെ പഠന രീതി വെല്ലുവിളികൾ നിറഞ്ഞതാണ്. RRV ഗേൾസിൽ ചേർന്ന കുട്ടികളെല്ലാം കലാപരമായി ഒരുപാട് കഴിവുകൾ മുൻ വർഷങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കോവിഡ് മൂലം നഷ്ടപ്പെടുകയായിരുന്നു. ഈ ഒരു ആഗ്രഹം ക്ലാസ് ടീച്ചറുമായി പങ്കുവച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താലോ എന്ന ആശയം ഉടലെടുത്തത്. പിന്നെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെയാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയിരിക്കുമായിരിക്കും അല്ലേ? അടുത്തത് ഒരു മാഷപ്പ് സോങ് ആണ്. നമുക്ക് വേണ്ടി മാഷപ്പ് സോങ് കാഴ്ചവെക്കുന്ന ആരാണെന്ന് വേണ്ടി നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് പുലിക്കുട്ടികളാണ്. ഷോണ, ഷരോണ, ഷിഫ, സോന, ആരണ്യ, ദേവനന്ദ, അലീന. ഇവരെ നമുക്ക് ഒരു കിടുക്കാച്ച് മാഷപ്പ് സോങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്താലോ? വിശ്വമാകെ വിത്തെറിഞ്ഞു വിളവെടുത്തു പോരുമി വൻ വിപത്തിനെ തടുത്തു നിർത്തുവാനുണർന്നിടാം. കരങ്ങൾ തമ്മിൽ ചേർത്തിടാതെ കരടു തമ്മിൽ കോർത്തിടും. ഉടലുകൊണ്ടകന്നു നാം ഉയരുകൊണ്ടടുത്തിടും. കരുതി നാം നയിച്ചിടും, പൊരുതി നാം ജയിച്ചിടും. കരുതി നാം നയിച്ചിടും, പൊരുതി നാം ജയിച്ചിടും. അതുവരെ 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 പ്രതിരോധമാണ് പ്രതിവിധി. അതുവരെ
കൈകളിടയെ കഴുകുവാനും വൈകിടാതെ നോക്കിടാം. നാളെയൊത്തു പുഞ്ചിരിക്കാൻ ഇന്നു പൊത്തിടാം മുഖം. വാതിൽ പൂട്ടി വീടിനുള്ളിൽ നാം ഇരിക്കുമെങ്കിലോ നാടു കാക്കുവാൻ ഉറച്ച യുദ്ധതന്ത്രമാണത്. കരുണ ചൊരിയും ഭരണമരുളും സരണി മാത്രം തേടി നാം കരുതി നാം നയിച്ചിടും പൊരുതി നാം ജയിച്ചിടും. കരുതി നാം നയിച്ചിടും പൊരുതി നാം ജയിച്ചിടും. അതുവരെ 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 പ്രതിരോധമാണ് പ്രതിവിധി അതുവരെ. അതുവരെ അതുവരെ അതുവരെ. നമസ്കാരം, ഞാൻ ആരണ്യ ബിയർ. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളിപ്പോൾ വളരെ ജാഗ്രത ആവശ്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മാസ്ക് ഒക്കെ വച്ചിട്ടുണ്ടല്ലോ. നമ്മൾ സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ ഒക്കെ പാലിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ യാത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? എങ്കിൽ ഇതാ ഒരു കൊച്ചു പ്രസംഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ऐश्वर्या। आदरणीय शिक्षकों, माता पिता, प्रिय मित्रों को नमस्कार। मेरा नाम ऐश्वर्या। आज का दिन आपके और मेरे लिए बहुत खुशी का दिन है। हमारे सामने स्कूल के खिड़कियाँ भले ही हम बंद है, हमारे पास हमारे पसंदीदा शिक्षक और माता पिता है जो हमारे समर्थन करते हैं। कोई भी संक्रामक रोगों हमें नष्ट नहीं कर सकता। हम जून की बारिश के लिए के साथ गोल कशाओं में बैठेंगे और हम समझे से और चकड़ा कर എല്ലാവർക്കും കണ്ണിനാനന്ദം പകരുന്ന ഒരു പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ ക്ലാസ്സിലെ രുദ്രയുടെ കോവിഡ് വിരുദ്ധ നൃത്തശില്പം. അതിനായി നമുക്ക് രുദ്രയെ സ്വാഗതം ചെയ്യാം. നമ്മുടെ രുദ്രയുടെ നൃത്തം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? യാത്രയുടെ വിരസത മാറ്റാൻ ഇനി നമുക്കൊരു കവിത കേൾക്കാം. അതിനായി അപർണയെ സ്വാഗതം ചെയ്യുന്നു. Good morning to all. Today I am going to recite a poem, Daffodils. The poem Daffodils was written by William Wordsworth. William Wordsworth was a well-known romantic poet who believed in simple and creative expressions in his poem. Daffodils. I wandered lonely as a cloud that floats on high over vales and hills. When all at once I saw a crowd, a host of golden daffodils, besides the lake, beneath the trees, fluttering and dancing with the breeze. നിങ്ങൾക്ക് സംഗീതോപകരണങ്ങളൊക്കെ ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ഒരു മിടുക്കി ദേവനന്ദൻ പിയാനോ വായിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ?
കുളിരണിയിച്ചു. ഇനി നിങ്ങളെ മാസ്കിന്റെ ഉപയോഗത്തെ പറ്റി ബോധവാന്മാരാക്കാൻ നമ്മുടെ കൂട്ടുകാരായ ആൽഫ, ആതിര, ഗൗരിപ്രിയ ഇവരെത്തുന്നു. ശ്രദ്ധയോടെ കണ്ടിരിക്കുക. നശിപ്പിച്ച് മാസ്കിനെ കുറിച്ച്, അതായത് എന്നെക്കുറിച്ച് നിങ്ങളുടെ ധാരണകളെല്ലാം പെശകാണ്. എനിക്ക് ഈ കൊറോണ വൈറസിനെ പിടിച്ച് തല്ലിക്കൊല്ലാനോ ചെവിക്ക് പിടിച്ച് പുറത്തു കളയാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മൾ രണ്ടാളും ഒരുമിച്ച് നിന്നാൽ ഈ സാധനത്തിനെ നമുക്ക് ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാം. ആദ്യമേ പറയട്ടെ, എൻ്റെ 2 മൂത്ത ചേട്ടന്മാരുണ്ട്. ഒരാൾ N95 മാസ്ക്, പുള്ളിക്കാരന് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് മാത്രം മതി. പിന്നെ ഒരാൾ ട്രിപ്പിക്കൽ ലെയർ മാസ്ക്, പുള്ളിയെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർക്ക് മതി. നമുക്ക്, അതായത് പൊതുജനത്തിന് വേണ്ടത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്ന കോട്ടൺ തുണിയിൽ 2 ലെയറുള്ള മാസ്കാണ്. ഇതുപോലെ. പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടാളും ക്ലീൻ ആണെന്ന് ഉറപ്പാക്കണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരമെങ്കിലും കൈകൾ നല്ല വെടുപ്പായി കഴുകണം. എന്നിട്ട് ഇങ്ങനെ വേണം എന്നെ മുഖത്തോട് ചേർത്ത് തലയ്ക്ക് പിറകിലായി കെട്ടിവെക്കാൻ. കീഴ്ഭാഗം താഴോട്ട് വലിച്ച് താടിയോട് ചേർത്ത് കഴുത്തിന് പിറകിലായി കെട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ. എന്ത് വന്നാലും എൻ്റെ മുൻവശത്ത് തുടരുത്. കാരണം എൻ്റെ ജോലി വേറെ ആരും ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച വൈറസുകളെ വേറെ ആരും അങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ്ട, അത്ര തന്നെ. മാക്സിമം ഒരു 6 മണിക്കൂർ, അതിൽ കൂടുതൽ എന്നെ ഉപയോഗിക്കുകയേ വേണ്ട. എന്നെ അടിച്ചു മാറ്റുമ്പോൾ വള്ളിയിൽ മാത്രം തൊട്ടാൽ മതി. ആദ്യം താഴെയുള്ള കെട്ടാണ് അഴിക്കേണ്ടത്, പിന്നെ മുകളിലത്തേത്. എന്നിട്ട് ചൂട് വെള്ളത്തിൽ സോപ്പിട്ട് കഴുകി നന്നായി വെയിലത്ത് ഉണക്കണം. വെയിൽ കിട്ടിയില്ലെങ്കിൽ ഇസ്തിരിയിട്ട് 5 മിനിറ്റ് നേരമെങ്കിലും എന്നെ തേച്ചിട്ടേ ഉപയോഗിക്കാവൂ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ, എല്ലാം ഞാൻ സഹിക്കാം. കാരണം മാസ്ക് ഹീറോ ആണ്, ഹീറോ. ഇനി അഥവാ നിങ്ങൾ ഉപയോഗിച്ചത് ഡിസ്പോസിബിൾ മാസ്ക് ആണെങ്കിൽ കളയാനായി അടുപ്പുള്ള വേസ്റ്റ് ബിന്നിൽ മാത്രം ഇടുക. അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ലായനി 10 മിനിറ്റ് മുക്കി വച്ച ശേഷം മണ്ണിൽ കുഴിച്ചിടണം. അതും പറ്റുന്നില്ലെങ്കിൽ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം. തീർന്നില്ല, കൈകൾ വീണ്ടും നന്നായി മുൻപ് പറഞ്ഞ പോലെ കഴുകണം. സേഫായിരിക്കണമല്ലോ. പിന്നെ ഉപയോഗിച്ച ശേഷം എന്നെ ഒരിക്കലും അലക്ഷ്യമായി എങ്ങും വലിച്ചെറിയരുത്. ഇതൊരു അപേക്ഷയാണ്. അഥവാ ഞാൻ ഒരു വൈറസിനെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു ജീവികൾക്കൊന്നും ഭീഷണിയാവാതിരിക്കാനാണ്. പാവങ്ങൾ ജീവിച്ചു പോട്ടെ, അല്ലെങ്കിൽ അത് വീണ്ടും നമ്മൾക്ക് തന്നെ പാരയായി വരും. ഒന്നുകൂടി, നമ്മൾ രണ്ടാളും ഒരുമിച്ച് നിന്നാൽ പിന്നെ ഞാനല്ല, നിങ്ങളാണ് ഹീറോ. ഇനി നമുക്ക് കോവിഡിനെ പറ്റി ഒരു പ്രസംഗം കേട്ടാലോ? അതിനായി ലക്ഷ്യ മുരളിയെ സ്വാഗതം ചെയ്യുന്നു. I think you all are safe at home. Nowadays, every news outlet seems to be talking about the corona virus called COVID-19. Coronavirus is a new virus that has spread quickly throughout the world. The sad thing is currently no vaccine to prevent COVID-19. The best way to prevent this virus is to avoid being exposed to this virus. There are a few things we need to take care to defend corona. Wash your hands regularly for 20 seconds with soap and water or alcohol based. നമ്മുടെ മലയാള ഭാഷയിൽ ധാരാളം കവിതകളുണ്ടല്ലേ, ഒരുപാട് കവികളുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ ഒരു മിടുക്കി കുട്ടിയാണ് അലീന. അപ്പോൾ അവൾ എഴുതിയ ഒരു കവിത നമുക്ക് പരിചയപ്പെട്ടാലോ? വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് അവരവരുടെ സർഗശേഷികൾ പുറത്തെടുക്കുവാൻ ധാരാളം സമയം കിട്ടുന്നുവെന്ന് തന്നെ പറയാം. നമ്മുടെ ക്ലാസ്സിലെ കൊച്ചുമിടുക്കികളായ ആതിര രാജ്, അപർണ, ലക്ഷ്യ മുരളി ഇവർ വരച്ച ചിത്രങ്ങളിതാ നിങ്ങളുടെ മുമ്പിൽ. Welcome all. My name is Lakshya Murli. Today I am going to show you a few drawings related to Corona when I wasn't free. Nurses and doctors will protect our India from COVID-19. Stay home, stay safe. Keep your social distance. We need to wash our hands well. മനോഹരമായ ചിത്രങ്ങൾ. യാത്രക്കിടയിൽ ഇതുവരെയുള്ള പരിപാടികൾ നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചോ? നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രസംഗം ഒരു കലയാണെന്ന്?
നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ കൂട്ടുകാരിയായ ആയിഷയുടെ ഒരു സ്പീച്ച് നമുക്കിനി കേട്ട് നോക്കിയാലോ? ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. കൊറോണ കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന വിഷയത്താണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. മഹാനായ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വാക്കുകളോടെ ഞാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ എഴുതുക. പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെ ആയാലും മുൻപോട്ട് തന്നെ നീങ്ങുക. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ജീവിത സാഹചര്യങ്ങളോട് മനുഷ്യൻ പുലർത്തേണ്ട സമീപനം എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ്. അതെ, കൊറോണ എന്ന കുഞ്ഞൻ വൈറസ് നമ്മുടെ സാധാരണ ജീവിതത്തിന് ഭംഗം. ഇനിയൊരു നൃത്തം കണ്ടാലോ? അതിലൂടെ തരുന്ന സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കുക. നൃത്ത ചുവടുകളുമായി വരുന്നു നമ്മുടെ സുഹൃത്ത് നവമി പ്രസാദ്. എല്ലാവരും സന്തോഷത്തിലാണല്ലോ. യാത്ര നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. നവമിയുടെ ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇനി ഈ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വച്ചിരിക്കുന്നത് മനോഹരമായ ഒരു ഗാനമാണ്. അതിനായി നമ്മുടെ കൂട്ടുകാരായ സോന, ദേവനന്ദ ഇവരെത്തുന്നു. തോൽക്കുകയില്ലിതു കേരളം, ഒരുമയുള്ള നവകേരളം, സ്നേഹവും കരുതലും സാന്ത്വനങ്ങളരുളിയിടവേ. തോൽക്കുകയില്ലിതു കേരളം, ഒരുമയുള്ള നവകേരളം, സ്നേഹവും കരുതലും സാന്ത്വനങ്ങളരുളിയിടവേ. തളരുകയില്ല നാം ഒരിക്കലും, തളരുകയില്ല നാം ഒരിക്കലും, തളരുകയില്ല നാം ഒരിക്കലും, തകരുകയില്ല നാം. തളരുകയില്ല നാം ഒരിക്കലും, തകരുകയില്ല നാം ഒരിക്കലും, തളരുകയില്ല നാം ഒരിക്കലും, തകരുകയില്ല നാം. അകന്നാലും 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 അകന്നാൽ അകലുകയില്ല ഹൃദയങ്ങൾ അല്പവും. അകന്നാലും. എല്ലാവരും അകലം പാലിച്ചൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്? എല്ലാവരും സുരക്ഷിതരാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടർന്നാലോ? ഇനി നമുക്കൊരു സ്കിറ്റ് കണ്ടാലോ? നമ്മുടെ കൂട്ടുകാരായ അഞ്ജന, ഐശ്വര്യ, ദേവിക, ആർച്ച, ആർദ്ര ഇവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു സൂപ്പർ സ്കിറ്റ് കാണാം. എന്ന് പറയുന്നു. ഹലോ, എല്ലാം എത്തിയോ? എല്ലാവരും ക്ലാസ് ടെസ്റ്റിന് പഠിച്ചോ? ഞാൻ 5 ചാപ്റ്റേഴ്സും പഠിച്ചു, റിവിഷനും ചെയ്തു. 2 ചാപ്റ്റേഴ്സാ? ടീച്ചർ ഒരു ചാപ്റ്റർ പഠിക്കാനല്ലേ പറഞ്ഞത്? സാരമില്ല, ഞാൻ വേണമെങ്കിൽ ടീച്ചറിനോട് 2ാമത്തെ ചാപ്റ്റർ കൂടി ഉൾപ്പെടുത്താൻ പറയാം. ടീച്ചർ എത്തിയെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇന്നൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആരാ അത്? ആർദ്രയുടെ എന്ത് ചെയ്യുകയാ? ഞാനൊന്നും തിന്നല്ല ടീച്ചർ, വെറുതെ ഒരു എക്സസൈസ് ചെയ്തതാ. എന്തോ ആർദ്രയുടെ പേരൻസിനെ ഞാൻ വിളിക്കുന്നുണ്ട്. സോറി ടീച്ചർ. ആരാ അത്?
എനിക്ക് തോന്നുന്നത് ദേവി ഉറങ്ങുകയാണ്. ദേവിക, ഇന്ന് കുട്ടി എന്താ ഇങ്ങനെ? അറിയില്ല ടീച്ചർ. ഇനി ദേവികയുടെ പേരൻസിനെ ഞാൻ വിളിച്ചോളാം. ക്ലാസ് ടെസ്റ്റ് തുടങ്ങാം. വെറുതെ എന്തിനാ സമയം കളയുന്നത്? ഐശ്വര്യ പറയൂ, വാട്ട് ഈസ് എ ടിഷ്യൂ? ഞാൻ പറയാം ടീച്ചർ. A tissue is a group of cells with similar structure and performs a specific function. മോളെ ഇല്ല. ഐശ്വര്യ പറയൂ. ടീച്ചർ, ടിഷ്യൂസ് ആർ This is called a tissue, teacher. എന്താ ഐശ്വര്യ? ഐശ്വര്യ, ഫോൺ സ്റ്റക്ക് ആയതാണോ സ്റ്റക്ക് ആക്കിയതാണോ? ടീച്ചർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല. ദൈവമേ, ദൈവം തോന്നുന്നില്ല, ഫോണിലും ഉണ്ടേ. കള്ളം പറയരുത് കുട്ടികളെ. പഠിക്കുക തന്നെ വേണം. ഓൺലൈൻ ക്ലാസ് ആണെന്ന് കരുതി നിസ്സാരമാക്കി കളയരുത്. സോറി ടീച്ചർ, ഞാൻ കള്ളം പറഞ്ഞതാ. ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും സംതൃപ്തരാണോ? എല്ലാവർക്കും ഒരേ അഭിപ്രായമാകണമെന്നില്ല. എന്നാൽ നമുക്കൊരു സംവാദമായാലോ? ഓൺലൈൻ ക്ലാസ്സിന്റെ ഗുണവശത്തെയും ദോഷവശത്തെയും ഒരു സംവാദത്തിലൂടെ അവതരിപ്പിക്കാൻ ഫർസാന തസ്നീമിനെയും ഫർഹത്ത് തസ്നീമിനെയും ക്ഷണിക്കുന്നു. A very warm good morning to one and all present over here. Respected principal, teachers, parents and all my dear friends. Today we conduct a debate on this special program Phoenix. Let us present the debate on the topic online classes. We all know that in this COVID-19 pandemic situation, we all are studied using online platform, also in digital platforms. It is better to ask about online classes to students. Two students are participating with me in this debate. I will welcome Farhat Tasneem and Farsana Tasneem. Hey students, how about your online classes? Good going. Okay, good. What about you, Farsana? Not bad. All right. Is online classes is good for all students? Farhat Tasneem, you can say your opinion. My opinion is online classes is also good for all students. No, it's not right. Online classes is not good for all students. Why? I know, Farhat. Many of the students are faced some technical issues, so they cannot attend any online classes. I disagree your opinion because our government has thus identified and found solution for the students who are suffered by the technical issues. No, it's not completely successful, Farhat. It's okay. Work is underway to make it a success. Yes, we can only hope that it leads to success. Okay, students. Now my question is, online classes is good for all students or bad for all students? About 3/4 of the children, the online classes is going well, but in other hand, quarters of students are still not available for online classes. Are you saying online classes is not good for few students? Yes, ma'am. Farhat, you can say your suggestions about online classes. I will say some advantages of online learning. Okay, you can continue. One of the advantages of online learning is that it's allowed attend classes from any location of their choice. Correct. But online learning cannot offer human interactions. Am I right? Less interaction between teachers and students. Okay, Farsana. Another advantage of online learning is reduce the financial cost compared as to physical learning. Online learning reduce the students' transportation, tuition fee, etc. I am agree your opinion. Okay, Farsana.
It's okay. Some of the students affected some health problems like increases their headaches, eye pains, etc. You are right. Through this debate, we can conclude online classes has its own set of positives and negatives, advantages and disadvantages. Online classes are good for some students and bad for other students. Now, my question is to you, audience. What is your opinion, good or bad? Please say. Now, we concluding our debate. Thank you. എല്ലാവരും സംവാദം കേട്ടല്ലോ. ഈ കോവിഡ് സാഹചര്യം അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കാമായിരുന്നു. സർവേശ്വരൻ അതിനിടയാക്കട്ടെ എന്ന് നമുക്ക് വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കോവിഡ് മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാം തളരാൻ പാടില്ല. നാം അതിൽ നിന്നെല്ലാം അതിജീവിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒരു കൊച്ചു മിടുക്കിയായ സോനയുടെ ഹിന്ദിയിലെ ഒരു കോവിഡ് അവയർനെസ് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? हेलो दोस्तों, क्या आपने सुना है कि लोग कि कोरोना वायरस के बारे में क्या बात कर रहे हैं? यह एक नया वायरस है जिसे एक बीमारी होती है जिसे कोविड-19 कहती है। कुछ लोग बीमार पड़ रहे हैं जिससे कुछ लक्षण फुसके दुसके चुनते हैं। कोरोना वायरस की लक्षण ये है, आपको खांसी हो सकती है, आपको बुखार हो सकता है, सांस लेने में थोड़ी मुश्किल हो सकती है। अपने आप को कोरोना वायरस से बचाने के लिए आपकी 3 बातें कर सकती है। दूसरों से दूरी बनाए रहा और हो सके तो दूसरों को उनसे बचें। पार्टियों के लिए यह समय अच्छा नहीं है। जब आप घर से बाहर जाना तो लोगों से 2 मीटर के दूर पर रहे। दूसरा, अपने हाथों को धोए। आपको अपने हाथों को साबुन और पानी से कम 20 सेकंड धोना ज़रूरी है। अपने हाथों को दूर 20 समय खाना खा सकते हैं। चीज़ की हाथ 3 सेकंड कर धोते रहे। तो सबसे എന്ന മഹാമാരിയെ തുരത്തുന്നതിനായി നാം ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ടതാണ്. വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുത്താൻ ഇതാ ഒരു ചെറിയ സ്കിറ്റുമായി എത്തുന്നു അഞ്ജിത, അഭിരാമി, ഫസ്ന, വൈഷ്ണവി, പാർവതി. നീ എന്താ മാസ്ക് നേരെ വെക്കാത്തത്? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? നീ എവിടെ പോയിട്ട് വരുവാ? ഞാൻ ജംഗ്ഷൻ വരെ ജസ്റ്റ് പോയതാ. ഓ പിന്നെ എനിക്കൊന്നും ഒരു കൊറോണയും വരാൻ പോണില്ല. നിനക്ക് വേണ്ടി മാത്രമല്ല ഈ പറയുന്നത്, ഈ സമൂഹത്തിന് വേണ്ടി കൂടിയാണ്. നീ വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ സാനിറ്റൈസർ ചെയ്യാൻ മറക്കല്ലേ. പറ്റുമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് കയറിയാലും മതി. നീ ധരിച്ച മാസ്ക് കത്തിച്ചു കളയണേ. മാസ്ക് കത്തിച്ചു കളയണം. പിന്നെ ഞാൻ പോണു. നിന്റെ ഉപദേശത്തിന് നന്ദി. നിന്റെ നല്ലതിന് വേണ്ടിയാണ്. ഹലോ ഹലോ, വൈഷ്ണവി അല്ലേ? അതെ, പറയടി. നീ അബ്രാമിയെ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ച് കിട്ടുന്നില്ല. നീയപ്പോ ഒന്നും അറിഞ്ഞില്ലേ? അവൾക്ക് കോവിഡ് പോസിറ്റീവായി. അവളുടെ അശ്രദ്ധയാണ് ഇതിനെല്ലാം കാരണം. ആണോ? ഞാൻ ഒരു ദിവസം അവളെ ജംഗ്ഷനിൽ വെച്ച് കണ്ടായിരുന്നു. അന്ന് അവള് മാസ്ക് പോലും നേരെ വെച്ചില്ലായിരുന്നു. ആണോ? അതായിരിക്കും കിട്ടിയത്. ആയിരിക്കും. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാം. അവൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ? ആടി, ശരി. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നതിൻ്റെ 2ാം ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന്. 2019-2020 കാലഘട്ടത്തിലാണ് കൊറോണ വൈറസ് ലോകമെമ്പാടും പടർന്നു പിടിച്ചത്. രോഗം അനിയന്ത്രിതമായി പടർന്നു പിടിക്കുകയും അതിൽ ചെറിയൊരു ശതമാനം പേർ മരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഭീകരത. 1 മുതൽ 4% ആൾക്കാർ ഈ രോഗം ബാധിച്ച് മരിക്കുന്നു. ചിലപ്പോൾ അത് 15% വരെ ആകാം. നമ്മൾ ഓരോരുത്തരും രോഗം ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക, കോവിഡിൻ്റെ വാക്സിൻ സ്വീകരിക്കുക, രോഗപ്രതിരോധ ശേഷി നേടുക. ഇതൊക്കെയാവണം മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. വ്യക്തി ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. സാമൂഹിക അകലം പാലിക്കുക, കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും വേണം. ഈ രോഗത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളുക.
ഇനി ഒരു മൂന്നാം തരംഗം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഒന്നിച്ചു നിന്ന് പ്രയത്നിക്കാം. ആരോഗ്യ പ്രവർത്തകയായ ഞാൻ ദിവസവും അനേകം രോഗികളെ ചികിത്സിക്കുന്നു. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ ജനങ്ങൾ ജാഗ്രതയോടെ ഇരുന്നു. ഇപ്പോൾ ആ ഭയമൊക്കെ മാറി. ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ജാഗ്രതയോടെ പെരുമാറുക, ശുചിത്വം പാലിക്കുക. ഈ കോവിഡിൻ്റെ കാലത്ത് വ്യക്തിശുചിത്വം പാലിച്ച് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കി വീട്ടിൽ കരുതലോടെ കഴിയാം. ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുമ്പോൾ ഡബിൾ മാസ്ക് ധരിക്കാനും 2 മീറ്റർ അകലം പാലിക്കാനും ഇടയ്ക്കിടയ്ക്ക് കൈകൾ സാനിറ്റൈസ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഈ കൊച്ചു കേരളം നിപ്പയെയും ഓഗിയെയും ഉരുൾപൊട്ടലുകൾ വെള്ളപ്പൊക്കവും ഒക്കെ അതിജീവിച്ചില്ലേ? ഇനി കോവിഡ് എന്ന ഈ മഹാമാരിയെയും നമ്മൾ അതിജീവിക്കും. അടുത്തത് ചിത്ര ചേച്ചിയുടെ ഗാനമായി വരുന്നു ഐശ്വര്യ. നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ RRF GHSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി നമുക്കായി പാടിത്തന്ന ഒരു ഗാനമാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാക്കുവാൻ വിളകൾ വീണം. വാക്കുകൾ വിത്തായി വിളയിക്കുവാൻ വേണം വിദ്യാലയം, പൊതുവിദ്യാലയം. നമ്മളൊന്നാകണം, നന്മയായി മാറണം, പൊതുവിദ്യാലയങ്ങൾക്കു കാവലാകണം. പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വീണം. വിദ്യയേകും പൊതുവിദ്യാലയങ്ങൾ ഈ നാടിൻ്റെ. വളരെ നല്ല ഗാനമായിരുന്നു ഐശ്വര്യയുടേത്. നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി. എല്ലാവർക്കും വിഷമമുണ്ടെന്നറിയാം, പക്ഷേ എന്തു ചെയ്യാനാ? നിങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ ഫിനിക്സ് എന്ന ഈ തീവണ്ടി യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാ പേരും ഈ യാത്ര ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നിങ്ങളിലേക്ക് ചില സന്ദേശങ്ങൾ കൂടി എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ലോകത്ത് കോവിഡ് മഹാമാരി വ്യാപിച്ചു കിടക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഒന്നിച്ചു നിന്ന് പോരാടണം. അതിനായി മാസ്ക്, സാനിറ്റൈസർ മുതലായവ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതെ ഇരിക്കുക. അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തേക്ക് ഇറങ്ങുക. ബി സേഫ്. Alone we can do so little. Together we can do so much. Thank you. Please believe these days will pass. കൊറോണ എന്ന മഹാമാരി നമ്മെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. സാമൂഹ്യ അകലം പാലിക്കുക. ഇടയ്ക്കിടെ കൈ സാനിറ്റൈസ് ചെയ്യുക. വ്യക്തി ശുചിത്വം പാലിക്കുക. അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക. മാസ്ക് ധരിക്കുക. ഈ മഹാമാരിയെ മറികടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. Stay home, stay safe. Nothing is of great importance than the conservation of human life by former US President Calvin Coolidge. Stay home, stay safe. Thank you. Fight 2019 COVID pandemic. Ensure health works and patient safety. Avoid public places and stay at home. Use mask and frequently wash hands. Thanks to coronavirus. Stay alert, control the virus, save lives. We will overcome coronavirus. Stay informed about COVID-19 vaccine. Nowadays, we are facing a difficult situation due to coronavirus. So, providing awareness is a very important thing. I am here with this task. Use mask properly. Use sanitizer. Don't touch your eyes or nose unnecessarily. Maintain social distance.
Together we can fight against corona. Stay home. യാത്രയിലുടനീളം ഞങ്ങളുടെ കൂട്ടുകാർ നൽകിയ സന്ദേശങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം കണ്ടില്ലേ? ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവം അപേക്ഷിക്കുകയാണ്. ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യാത്രയിലുടനീളം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടും നന്ദി പറയുന്നതിനായി ഞാൻ സോന, ഷിഫ, അഭിരാമി ഇവരെ സ്വാഗതം ചെയ്യുന്നു. COVID-19 എന്ന മഹാമാരിയെ ചേർത്ത് തോൽപ്പിക്കാൻ നമുക്കാകും. പഴയകാല സാഹചര്യത്തിലേക്ക് നമുക്ക് തിരികെ പോകണമെങ്കിൽ വേണ്ടത് ഒരു ചെറിയ കരുതൽ മാത്രം. COVID-19 എന്ന മഹാമാരിക്ക് നമ്മളെ ശാരീരികമായി മാത്രമേ തളർത്താൻ കഴിയൂ. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒപ്പം തന്നെയുണ്ട്. ഈ ആശയത്തെ അർത്ഥവ്യക്തമാക്കാനുള്ള ഞങ്ങളുടെ ഒരു എളിയ ശ്രമമായിരുന്നു ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ മനസ്സിൽ ചെറിയ പ്രത്യാശ നൽകാൻ സാധിച്ചുവെന്ന് ഞങ്ങൾ എല്ലാവരും കരുതുന്നു. ഒരുമിച്ച് നേരിടാം നമുക്ക് ഈ മഹാമാരിയെ. മിഴിയേകന്നിടാം, മൊഴിയേകന്നിടാം, മനമകലാതെ നോക്കിയിടാം. ഈ ഒരു പ്രോഗ്രാം ഇത്ര മനോഹരമായി ചെയ്യാൻ ഞങ്ങളെ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജ്യോതി ടീച്ചർ, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഓഫ് RRV, എല്ലാത്തിലുപരി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെയും നമ്മുടെ ക്ലാസ്സിലെയും